ഗവർണർമാർ ഈ തരത്തിൽ ഗവൺമെന്റിന്റെ പ്രതിനിധിയോ അതല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു കാര്യദർശിയോ എന്നുള്ള നിലയിൽ ഒരു ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്? ഗവർണർ ടീം കേരളയുടെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ട്, അപാകമുണ്ട് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. സാധാരണ ഇപ്പോൾ കേന്ദ്രം കോൺഗ്രസ് ഭരിക്കുന്ന ഘട്ടത്തിൽ കേരളവും കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവ് ഗവർണറായി വരാറുണ്ട്. ഷീലാ ദീക്ഷിതിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ കേരളം LDF ഭരിക്കുന്നു. BJP നേതാവായിരുന്ന, ഗോവയിലെ BJP നേതാവായിരുന്ന ആർലേക്കറാണ് ഇവിടുത്തെ ഗവർണർ. അപ്പോൾ അദ്ദേഹം കേരള ടീമിൽ ചേരുന്നത് നല്ലത് തന്നെ. പക്ഷേ ഈ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നും ഇതുപോലെയുള്ള ഒരു തരത്തിലുള്ള നല്ല ജെൽ അല്ലെങ്കിൽ നല്ല ഒരു റാപ്പോ ഗവർണർമാരും മുഖ്യമന്ത്രിമാരും തമ്മിൽ ഉണ്ടാവാറില്ല. കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും വലിയ പോരിലായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി രാജേന്ദ്ര ആർലേക്കർ ഒരു പുതിയ പാത വെട്ടിത്തുറക്കുകയാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ല. കാരണം നമ്മൾ ഇന്ന് വരെ കാണാത്ത ഒരു സംഗതിയാണ് ഗവർണറും കൂടി പങ്കെടുക്കുന്ന ഒരു ചർച്ച മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും കൂടി നടത്തുന്നത്. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഒരു പുതിയ അധ്യായമായിരിക്കാം. ഏതായാലും ഇത് സംസ്ഥാനത്തിന് ഗുണകരമാണോ ഇല്ലയോ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇന്ന് നടന്ന ചർച്ചയിൽ എന്ത് തീരുമാനിച്ചു, എന്തൊക്കെ ചർച്ച ചെയ്തു എന്ന് ഇന്ന് വൈകുന്നേരത്തെ ചാനൽ ചർച്ചയിൽ ചർച്ച ചെയ്യണമെന്ന് ശഠിക്കുന്നതിൽ അർത്ഥമില്ല. ഇന്ന് ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ സംസാരം നടന്നിട്ടുണ്ട്. അതിൽ ഇവരുടെ ഡൽഹിയിൽ കാര്യം നോക്കാൻ ഇവരാക്കിയിട്ടുള്ള പ്രൊഫസർ കെ വി തോമസും പങ്കെടുത്തിട്ടുണ്ട്, ഗവർണറും പങ്കെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അതായത് ഇപ്പോൾ ധനകാര്യ മന്ത്രിയുമായിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒന്ന് ഇവരുടെ പരാതി ഇവർക്ക് ന്യായമായി കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല എന്നാണ് ഇവർ ഉന്നയിക്കുന്ന പരാതി. കേന്ദ്രം പറയുന്നത് ഞങ്ങൾ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്, യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റും കണക്കും ബോധിപ്പിക്കുന്ന മുറയ്ക്ക് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും തരാമെന്നാണ്. ഇപ്പോൾ ഇപ്പോൾ കേരളത്തിൽ 4 or 5 വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, GST നഷ്ടപരിഹാരം 4000 കോടി തരാനുണ്ട് എന്നൊക്കെ ബഹളം വെച്ചപ്പോൾ NK പ്രേമചന്ദ്രൻ ലോക്സഭയിൽ ചോദിച്ചപ്പോൾ അത് 600 ചില്ലാനും കോടി രൂപയേ ഉള്ളൂ, അത് ഓഡിറ്റർ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ തരാം, എനിക്കത് പിടിച്ചു വെക്കാനുള്ള അധികാരമില്ല എന്ന് ശ്രീമതി നിർമ്മല സീതാരാമൻ പറയുകയും ഓഡിറ്റർ റിപ്പോർട്ട് കിട്ടിയ ആ മുറയ്ക്ക് തന്നെ അത് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം പോഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ മൻരേഗയുമായി ബന്ധപ്പെട്ട്, തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശ്രീ K മുരളീധരൻ MP, അന്ന് അദ്ദേഹം വടകര MP ആണ്, അതുപോലെ തന്നെ ശ്രീ അടൂർ പ്രകാശ് MPയും കൂടി രണ്ടുപേരും ഈ വിഷയങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി ഇന്ന് വരെ തന്ന കണക്ക് പ്രകാരം കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ശ്രീ NK പ്രേമചന്ദ്രൻ ഡിസംബറിൽ ചോദിച്ചപ്പോഴും ഫെബ്രുവരി മാസത്തിൽ ചോദിച്ചപ്പോൾ 7-ാം തീയതി ചോദിച്ചപ്പോഴും എല്ലാം പറഞ്ഞത് ഇന്ന് വരെ കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫെബ്രുവരി 12-ാം തീയതി കേന്ദ്ര സർക്കാർ കൂടുതൽ തുക അനുവദിച്ചിട്ടുണ്ട്. ഈ വർഷം അനുവദിച്ച അല്ലെങ്കിൽ പദ്ധതി വിഹിതമായി കണ്ട 913.24 കോടിയിലധികം കൊടുത്തിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നു, ഔദ്യോഗിക പത്രക്കുറിപ്പ് പറഞ്ഞിരിക്കുന്നു. പാർലമെന്റിൽ തന്നിട്ടുണ്ട് എന്ന് പറയുന്നതിനകത്തുള്ള ഒരു കോൺട്രാഡിക്ഷൻ ഇപ്പോൾ പല കാര്യങ്ങളിലും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ NHMവുമായി ബന്ധപ്പെട്ട് 2023-ൽ കേരളത്തിന് ക്യാഷ് ഗ്രാൻഡ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞത്. നോക്കൂ, അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായി കേന്ദ്രത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് സൗരഭ് ജെയിൻ ഇവിടുത്തെ ആരോഗ്യ സെക്രട്ടറി രാജൻ ഖോബ്രഗഡയ്ക്ക് അയച്ച കത്തുണ്ട്. നിങ്ങൾ ഈ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ഗൈഡ് ലൈൻസ് പാലിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ തുകയില്ല എന്ന് കൃത്യമായി ഞങ്ങൾക്ക് തരാൻ കഴിയില്ല എന്ന് സൂചിപ്പിക്കുന്ന കത്ത് നമുക്ക് നമ്മുടെ മുമ്പിൽ തെളിവായിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ SSA എടുക്കൂ, SSA ഫണ്ട് കേരളത്തിന് മുഴുവൻ കിട്ടിയിട്ടില്ല, PM ശ്രീ നടപ്പാക്കാത്തത് കൊണ്ട്, ആ ബ്രാൻഡിങ് അല്ലെങ്കിൽ ആ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുകൊണ്ട് ആ പണം കിട്ടിയിട്ടില്ല. അപ്പോൾ കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ സ്വീകാര്യമല്ല എന്നുള്ള നില സ്വീകരിച്ചതുകൊണ്ട് ഇങ്ങോട്ട് കിട്ടാനുള്ള ഫണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ നിങ്ങൾക്ക് തരാനുള്ളത് തന്നു എന്ന് പറയുന്നത് ഏത് മാനദണ്ഡം അനുസരിച്ചാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അല്ല, 2023-24 സാമ്പത്തിക വർഷത്തിലാണ് ലാപ്സായി പോയ പ്രശ്നമുണ്ടായത് NHMൽ. അത് കോ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് നിബന്ധനകൾ പാലിക്കാത്തത് കൊണ്ട് ലാപ്സായി പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ചർച്ച നടക്കുന്ന 24-25 കാര്യമാണല്ലോ. 24-25 സാമ്പത്തിക വർഷമാണല്ലോ ഈ സമരം തുടങ്ങിയത്. അപ്പോഴാണല്ലോ ഞങ്ങൾക്ക് തരാനുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോഴാണല്ലോ പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ വന്നത്.
ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ NK പ്രേമചന്ദ്രൻ ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ 815 കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞു. 3 മാസം ബാക്കിയുണ്ട്, 97 കോടി രൂപയാണ് ബാലൻസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ 97 കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് സംഖ്യ പോയിട്ടുണ്ട്. അപ്പോൾ ഈ സാമ്പത്തിക വർഷം NHMന്റെ കാര്യത്തിൽ കൃത്യമായി ഇനിയൊന്നും കൊടുക്കാനില്ല എന്ന് അത് പറഞ്ഞത് 24-25 സാമ്പത്തിക വർഷമാണ്. അതിൻ്റെ മുമ്പത്തെ വർഷമാണ് ലാപ്സായി പോയത്. അത് കോ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഈ മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ മാത്രമല്ല, ഇപ്പം അർബൻ ആവാസ് യോജനയിൽ ആ പ്രശ്നമുണ്ട്. അർബൻ ആവാസ് യോജന ഇവർ നടപ്പിലാക്കിയിട്ട് ഇനി വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ ആരോഗ്യ മേഖലയിലെ വൻ വിജയത്തെ പറ്റിയൊക്കെ ശിവദാസ് പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട MP. ഇവിടെ വയോവന്ദൻ ആയുഷ്മാൻ ഭാരത്, അതായത് 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മാത്രം പ്രത്യേകമായി 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല. വയോവന്ദൻ ആയുഷ്മാൻ ഭാരത് യോജന കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല. അത് കാരണം ആ പദ്ധതി ഇപ്പം ചാലുവായിട്ടില്ല. ഇങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ട്. അത് കാരണം പല ഫണ്ടുകളും വന്നിട്ടില്ല. അത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ഉണ്ടായിട്ടുണ്ട്. അല്ല, അത് സംസ്ഥാന കേന്ദ്ര സർക്കാർ പത്മനാഭൻ, അത് ഇപ്പോ അറിയാതെ പോയതോ മറന്നുപോയതോ ഒന്നുമല്ലല്ലോ, ഒരു രാഷ്ട്രീയ തീരുമാനം, ഒരു നിലപാടാണ്. PM ശ്രീ നടപ്പാക്കേണ്ട എന്ന് തീരുമാനിച്ചതാണ്. അല്ലെങ്കിൽ ഈ കേരളത്തിൽ പ്രൈമറി ആരോഗ്യ രംഗത്ത് ഈ PHCകളുണ്ട്, പബ്ലിക് ഹെൽത്ത് സെന്ററുകളുണ്ട്, അത് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി ആക്കണ്ട. അതൊരു ഡിസിഷനാണ്, ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ആ നിലപാടിന്റെ പേരിലാണ് ഈ പറഞ്ഞ പണം കിട്ടാതിരുന്നത് 2023 സാമ്പത്തിക വർഷത്തിൽ. അഭിലാഷേ, ഞാനിപ്പോൾ ഇരിക്കുന്നവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറം പോയാൽ ഒരു ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുണ്ട്. ഇവരത് മാറ്റി, ആദ്യം മാറ്റില്ല എന്ന് വാശി പിടിച്ചു. ഇപ്പം ഞാൻ ഈ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ മാറിയാൽ ആയുർവേദ ആശുപത്രിയുടെ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാണ്. ഇതൊക്കെ മാറ്റി എന്തിനാ വാശി പിടിച്ചത്? എന്തിനാ ആദ്യം വാശി പിടിച്ചത്? ചെയ്യില്ല, ഞങ്ങൾ അങ്ങനെ പേരിടില്ല. ഇപ്പം പേരിട്ടില്ലേ? അപ്പം ഇതൊക്കെ അനാവശ്യമായ വാശിയാണ്. ഇത്തരത്തിലുള്ള അനാവശ്യമായ വാശിയല്ല ആവശ്യം. ഇവിടെ ഞാൻ പറയട്ടെ, ഇത്തരത്തിലുള്ള ചർച്ചകൾ നിരന്തരമായി നടക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞങ്ങൾ. അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായം അതാണ്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും തമ്മിൽ, ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും തമ്മിൽ വർഷത്തിൽ 1-ലധികം തവണ ചർച്ച നടക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ബഡ്ജറ്റിന് മുമ്പ്. നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രി ആണ്. അവരുമായി ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാർ ബഡ്ജറ്റിന് മുമ്പ് ചർച്ച നടത്തി ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നത് നല്ലതാണ്. ഇത് നേരത്തെ ആവേണ്ടതായിരുന്നു, നിരന്തരം നടക്കേണ്ടതാണ്. ഇങ്ങനെ വേണം കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ. അല്ലാണ്ട് ഒരു നിയമസഭയിൽ ഒരു ചോദ്യം ചോദിക്കുക, ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുക, പാർലമെന്റിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഇവിടെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് കൊടുത്തിട്ടില്ല എന്ന് പറയുക. ഇങ്ങനെയല്ലല്ലോ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കേണ്ടത് ഇത്തരത്തിലുള്ള ചർച്ചയിലൂടെയാണ് വന്ന വിവേകം പരിഹരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ എനിക്കും തർക്കമൊന്നുമില്ല. പരിഹൃതമാകട്ടെ.